വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് അവർ വെഡിങ് കാസ്റ്റ് ആൻഡ് ഒരു ഹെവി മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഓൺ ചെയ്ത് ഇവിടെ വന്നിരുന്ന് ഇത്രയും മേക്കപ്പ് സാധനം എടുത്ത് വെച്ചിട്ട് പോലും എനിക്കറിയില്ല ഞാൻ എന്ത് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് ഒരു വെഡിങ് കാസ്റ്റ് ലുക്ക് ചെയ്യണം. ആ ഒരു സാധനം കുറച്ച് ഹെവി ആയിട്ടുള്ള മേക്കപ്പ് തന്നെ ചെയ്യണം. അല്ലാണ്ട് എനിക്ക് എന്ത് ലുക്കാണ് ചെയ്യുന്നത്, എന്ത് കോമ്പിനേഷൻ യൂസ് ചെയ്യണമെന്നും എനിക്കറിയില്ല. ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുക, എന്ത് ധൈര്യത്തിലായിരിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. സോ ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ തന്നെയാണ്. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്നത്. 2000 years later. വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോ, ഞാൻ ചെയ്യുന്ന ഈ മേക്കപ്പ് സക്സസ് ആയി. വീഡിയോ ഇല്ലാണ്ട് ക്യാമറ ഓണാക്കി വെച്ച് വന്നിരിക്കാൻ കാണിച്ചൊരു ധൈര്യം. സോ പ്രൗഡ്. സോ നമുക്ക് അതിൽ വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് I'm gonna do a skin prepare. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കാം, ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒന്നാണ് സ്കിൻ പ്രിപ്പയർ ചെയ്യുക. അത് ചെയ്താൽ മാത്രമേ നമ്മുടെ മേക്കപ്പ് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ, നിങ്ങൾ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യില്ലേ. One eternity later. നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്ത് നമുക്ക് ലിപ് ബാം യൂസ് ചെയ്യാം. അപ്പോൾ ഈ ലിപ് ബാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇറ്റ്സ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ് ബാം. ഇത് യൂസ് ചെയ്ത് തീരാറായി. ഇപ്പോൾ ലിപ് ബാം തേച്ചുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ലിപ്സ്റ്റിക്കിലിടുന്ന സമയമാകുമ്പോൾ നമ്മുടെ ചുണ്ട് ഡ്രൈ ആവില്ല, എല്ലാം സെറ്റ് ആവും. ഇപ്പം ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഡേ ക്രീമാണ് മഡല്ല പിങ്കിൻ്റെ വൈറ്റമിൻ സി ഡേ ക്രീം. അപ്പോൾ ഇത് മൈക്രോ പ്ലാസ്റ്റിക് ഫ്രീ ഫോമിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഡേ ക്രീം. ഇപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഒരു മോർ ദാൻ 2 വീക്സ് ഒക്കെ കഴിഞ്ഞു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലൊരു നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ഒരു റേഡിയൻ എഫക്റ്റൊക്കെ നമുക്ക് തന്നിട്ട്. ഇത് ഓൾറെഡി ഇതിനകത്ത് SPF ഉണ്ട്, SPF 15 ഉണ്ട്. അപ്പോൾ ഞാൻ താഴെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മീൻസ് ഈ ഒരു ലാപ്പിങ്കിൻ്റെ വെബ്സൈറ്റും അതുപോലെ തന്നെ എൻ്റെ കോഡ് ഞാൻ കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് ആ കോഡ് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ സാധനം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഹൈലൈറ്റർ എഫക്റ്റാണ്. ഞാൻ 2 പമ്പാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും മതി. നമുക്ക് നല്ലൊരു ഹൈലൈറ്റിങ് എഫക്റ്റും ഒക്കെ ഉണ്ട്. മേക്കപ്പ് ഒന്നും ചെയ്ത് പുറത്തേക്കൊന്നും പോകുന്നില്ല. ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് കൊണ്ട് ഞാൻ സെപ്പറേറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഇതിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഒരു SPF 50 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ സെറ്റ്. ഇത്രയാണ് ഞാൻ സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫൗണ്ടേഷന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ലിക്വിഡ് കൺസീലറാണ്. ഷെയ്ഡ് ചോക്ലേറ്റ് 601 ആണ് ഷെയ്ഡ്. കളർ കറക്റ്റൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടും. നമുക്ക് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അല്ല കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് ഇത്. ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത് തീരാറായി. ഈ ഒരു ഏരിയാസിലാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ മേളിൽ കാരണം നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് കണ്ണ് നല്ല പോപ്പായിരിക്കും. അപ്പോൾ ഡിസ്കളറേഷൻ കൊണ്ട് ആ ഒരു കൺസീലർ വെച്ച് തന്നെ ഫുള്ള് കണ്ണില ചെയ്തായിരുന്നു. പക്ഷേ ഈ ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം, കാരണം എങ്കിൽ മാത്രമേ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം സെറ്റാവും. ഞാൻ ഇങ്ങോട്ടും കൂടെ ചെയ്യുന്നതാണ്, ഫേസ് ലിഫ്റ്റ് ചെയ്ത പോലെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടും കൂടെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ടീസണിൻ്റെ ഈ ഒരു ഏരിയ, ഇത്രയും ഭാഗത്ത് ഞാൻ ആ ഒരു ലൈറ്റ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യും കുറച്ച്. പിന്നെ ഈ നോസ് ബ്രിഡ്ജിൽ ഞാൻ ചെയ്യാറുണ്ട്, കാരണം ആ ഒരു ഏരിയ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടിരിക്കും. എൻ്റെ ഏരിയയിൽ കുറച്ച് ബ്ലാക്കിഷാണ്, അപ്പോൾ ഒരു മാറി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ആക്കരുത്,
ജസ്റ്റ് നമ്മൾ പതിയെ കുറച്ച് നല്ല ടൈമൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ്. ഇത്രയും ഞാൻ കോൺട്രോൾ ചെയ്യുള്ളൂ, കാരണം അത്രയും അങ്ങനെ സ്ലിം ഫേസ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഇയറിൻ്റെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ ഇങ്ങനെ ഇവിടെ വേണം നമ്മൾ വരയ്ക്കാൻ. എന്നുവെച്ചാൽ ഈ ലിപ്പിൻ്റെയും ഈ ഇയറിൻ്റെയും ഔട്ട്ലൈൻ കണ്ടോ കണ്ടോ ആ ഒരു ലൈനിലാണ് നമ്മളിങ്ങനെ കോൺട്രോൾ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇങ്ങനെ സ്ലൈഡ് കറക്റ്റായിട്ട് എനിക്ക് കോൺട്രോൾ ചെയ്യാൻ അറിയില്ല. നെറ്റ് കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ കോൺട്രോൾ ചെയ്യാം. ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ ഞാൻ ഇത് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ആ സ്മോൾ എഡ്ജില്ലേ എനിക്ക് ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. എൻ്റെ കോൺട്രോൾ ചെയ്യാനുള്ള ബ്രഷൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളത് വെച്ചിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം അപ്വേർഡാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. സോ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നോസ് ചെറുതായിട്ട് സ്ലിം ആയിട്ട് എനിക്ക് കറക്റ്റ് കോൺട്രോൾ ചെയ്യാൻ അറിയില്ല നോസ്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല കറക്റ്റായിട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്കിത് കുഴപ്പമില്ലാണ്ട് തോന്നിയിട്ടുണ്ട്. സ്ട്രോക്ക് ക്രീം ഇന്നിവിടെ ഇടാൻ മറന്നു പോയതാണ്. അത് ഇട്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗ്ലോയിങ് കിട്ടും. അപ്പം ഞാൻ ഇത്രയും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ സ്ട്രോക്ക് ക്രീമിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. പക്ഷേ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അതില്ലാണ്ട് ചെയ്ത് നോക്കാം. ഞാൻ ബ്ലഷ് ലാസ്റ്റാണ് ഇടുന്നത്. ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലഷിലേക്ക് എടുക്കാം. സോ നടന്നു നോക്കട്ടെ. സോ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഒരു ഐ ഷാഡോ പാലറ്റാണിത്. യൂസ് ചെയ്ത് കണ്ടിത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് കളറൊക്കെ തീരാറായി. ഓൾറെഡി ബേസ് ഓക്കെയാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇത് ഓൾറെഡി നമുക്ക് ഒരു നമ്മുടെ സ്കിൻ കളറിലുള്ള ഇത് ഓൾറെഡി നമ്മുടെ കോമ്പാക്റ്റ് പൗഡർ ഇല്ലേ ആ ഒരു സെയിം സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ ചുറ്റിനും വെച്ചിട്ടൊന്ന് ആഡ് ചെയ്താണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ഐഡിയ ഇല്ല ഏത് കളർ ചെയ്യണം, എന്ത് ഐ ലുക്ക് ചെയ്യണം എന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരു ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് ഹെവി മേക്കപ്പ് വേണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. കുറച്ച് ഹെവി ലുക്കാണ് ചെയ്യാം. ആദ്യം ഈ ഒരു പാലറ്റ് ആണെങ്കിൽ ഈ കളർ പ്ലേ എന്ന് പറഞ്ഞൊരു കളറുണ്ട്. ഇത് ഏകദേശം ഒരു മെറൂൺ കളറാട്ടോ. അപ്പം അതാണ് ഞാൻ എടുത്തേക്ക് ഈ ഒരു ക്രീസ് ഏരിയ ഉണ്ടല്ലോ ഇത് ഒഴികെ ബാക്കി ഉള്ളത്. ഈ ഒരു ഐസ് മാത്രം ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് ഇപ്പുറത്തേക്ക് പോകാം. നമ്മൾ നേരത്തെ എടുത്ത ഒരു കളറില്ലേ അത് മാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ചതിൻ്റെ മേളിലേക്കായിട്ട് എന്ന് വെച്ചാൽ ആ ക്രീസ് ലൈനിൻ്റെ മേളിലേക്ക് ബ്ലെൻഡ് ചെയ്യും. താഴോട്ടല്ല, മേളിലേക്ക്. എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ക്രീസ് ലൈനിന് ഒന്നും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. ടെടിയിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ഒരു റെഡിഷാണ്. അപ്പോൾ നമുക്കത് വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണിൻ്റെ മേളിൽ ഐലൈൻ ഇടില്ലേ ആ ഒരു ഏരിയാസിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ഷെയ്ഡുണ്ട് വേറെന്ന് പറഞ്ഞ ഷെയ്ഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ആ ഒരു കൃഷ്ണമണി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് വെക്കും. അത് ജസ്റ്റ് പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് ആ കൈ തന്നെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് പതിയെ ബ്ലെൻഡ് ചെയ്യും.
അത് ചെയ്യാത്ത കാര്യം മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത് ബ്രഷ് വെച്ചിട്ട് ഒരു ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കും. അത് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് സ്മജ് ചെയ്ത് ഇത് വെച്ചിട്ടൊന്ന് കണ്ണ് വരച്ചു. വന്ന ഷെയ്ഡ് വെച്ചിട്ട് നമ്മളിപ്പോൾ വരച്ച കാജലിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ സ്മച്ച് ചെയ്ത് കൊടുക്കും. കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഡാസിൽ ഐലൈനർ. നമ്മൾ മിക്കവിടെ വീട്ടിലുണ്ടാവുന്നത് ഈ ഐലൈനർ തന്നെ ആയിരിക്കും അല്ലേ. ഇതാ മേക്കപ്പിൽ ഒന്നും പറ്റാതെ ഭയങ്കര നമ്മൾ ലാഷിനോട് ചേർത്ത് വേണം ഇത് വരയ്ക്കാൻ. എന്തായാലും മസ്കാര തീർന്നു പോയതുകൊണ്ട് ഞാൻ ആ ഒരു ഐലൈനർ വെച്ച് തന്നെയാണ് ഞാൻ വിടർത്തി കൊടുത്തത്. സോ നമുക്ക് ഈ സെയിം മേക്കപ്പ് ഇപ്പോഴത്തെ ചെയ്തിട്ട് കാണാം. ഈ തുമ്പത്തല്ല, ഈ ഒരു നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇട്ടു പോകും. ഈ ഒരു ഇത് കണ്ടില്ല, ഇത് ബേറെന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് കുറച്ചെടുത്തിട്ട് ഇത് ചെയ്യുന്ന ആ ഐഡിയസിൽ ഞാൻ ഇതാണ് വെക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ബ്രഷ് ഉണ്ടോ, ഇത് പല്ലേക്കം ബ്രഷല്ല, ഇങ്ങനെ ഒരു ബ്രഷ് എനിക്ക് എക്സ്ട്രാ ഒരു ബ്രഷ് കിട്ടിയപ്പോൾ ഞാൻ അതിന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഈ ബ്രഷ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിക്ക് എനിക്ക് ഐബ്രോസ് ഇങ്ങനെ ചീകി എടുക്കാൻ പറ്റാറുണ്ട്. ഓൾറെഡി തിക്ക് ഐബ്രോസ് ആയതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അത് വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഐബ്രോസ് ഓക്കെ ആയിട്ടും കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് എക്സ്ട്രാ കുറേ എഫേർട്ട് എനിക്ക് ഐബ്രോസിൻ്റെ ആവശ്യം വരാറില്ല എങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടാവുമല്ലോ, ആ ഗ്യാപ്പുകൾ മാത്രമാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് എനിക്ക് വരയ്ക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം ഓൾറെഡി തിക്ക് ഐബ്രോസ് ആണുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പ് നമുക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഈ ഞാൻ ഐഷാഡോ പാലറ്റിൽ ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ ഐബ്രോസിന് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൺസീലർ വെച്ചിട്ട് ഈ ഏരിയാസിൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായി കാണിച്ചു ഒന്ന് നന്നായിട്ട് എനിക്ക് അടിവശം. ഓക്കെ, അതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എൻ്റെ ടോപ്പ് വശം ഈ ഫ്രണ്ട് ഏരിയാസ് എനിക്ക് ആ ഡിഫറൻസ് മനസ്സിലായി കാണും. നമ്മളിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ആ സെയിം നമുക്ക് ഇപ്പോഴത്തെ കൂടെ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ലിപ്പിൽ കുറച്ച് ബാം തേച്ചിട്ടുണ്ട്. അതൊന്ന് വൈപ്പ് ഔട്ട് അല്ല ചെയ്യേണ്ടത്, തുടച്ച് കളയേണ്ട ആ ബാമൊന്ന് അങ്ങനെ ഒപ്പിയെടുക്കണം. ലൈൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലാതെ എനിക്ക് വെറുതെ ഇട്ടാൽ മതി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് തീരാ ലൈൻത് വരയ്ക്കാൻ എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. പക്ഷെ എന്നാൽ പോലെ ഇപ്പം ഞാൻ വരയ്ക്കുന്നത് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ലിപ് ലൈനർ ഓറഞ്ച് ഷെയ്ഡാണ്, ഈ ഒരു ഷെയ്ഡായിട്ട് ഞാൻ എടുത്തത്. അത് വളരെ കുറച്ചെടുത്താൽ മതി, നമുക്ക് ബിൽഡ് ചെയ്ത് വരാം. ഓറഞ്ച് ഷെയ്ഡാണ് ഇപ്പോൾ വന്നേക്കുന്നത് ലിപ്സിൽ.
കൂടെ ഗ്ലോസി ആക്കാൻ ഞാൻ ഈ ഒരു ഇതിൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് നമ്മുടെ മാൾസിൻ്റെ തന്നെ ബെറി ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇപ്പോൾ യൂസ് ചെയ്ത് കണ്ടില്ല, ഇത്രയും വരെ ആയി എൻ്റെ പ്രൊഡക്റ്റ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ലിപ്സ് നല്ല പ്ലംബി ലിപ്സായിട്ട് തോന്നും. അപ്പോൾ ഈ കണ്ണിൻ്റെ ഏരിയാസ് മാത്രമേ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അതേപോലെ തന്നെ വെച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ മേക്കപ്പ് ലുക്ക്. സോ ദിസ് ഇസ് ഓഫ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഫ്ലോപ്പ് ആയില്ല, ഇറ്റ്സ് ഓക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഹെവി മേക്കപ്പ് വിചാരിച്ചില്ല, അത്രയ്ക്ക് ഹെവി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി നോക്കിയിട്ടും എനിക്ക് അത്ര ഹെവി ആയിട്ട് തോന്നിയില്ല. ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഞാൻ പറഞ്ഞില്ല, വെഡ്ഡിങ് ഗസ്റ്റ് ലുക്ക് അല്ലേ, അപ്പോൾ ഈ ഒരു ലുക്ക് മതി നമുക്ക് വെഡ്ഡിങ് ഗസ്റ്റ് ആയിട്ട്. ഓക്കെ. അപ്പോൾ ഫൗണ്ടേഷനും കൂടി ഇട്ടെങ്കിൽ കുറച്ചും കൂടെ ഹെവി ആണ്. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ വരെ കൺസിഡർ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ നന്നായിട്ട് ഗ്ലോയിങ് ആൻഡ് ഒരു പോപ്പപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ. സോ ഫ്ലോപ്പ് ആയില്ല ഗൈസ്. സോ ഐ വിൽ ബി പോസ്റ്റ് ദിസ് വീഡിയോ. Hope you guys enjoy this video and don't forget to like and subscribe to my channel.